താങ്കളുടെ സംരംഭത്തിൽ പുതിയ എന്തോ ഇവിടെ ടോപ്പിംഗ് സർക്കസ് അല്ലേ, ടോപ്പിംഗ് സർക്കസിൽ പുതിയ സംരംഭം എന്ന് തുടങ്ങുന്നത് ഞാൻ കേട്ടു. ബാഴ്സലോണയിൽ തന്നെ ഐ തിങ്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന അധികം സംരംഭങ്ങൾ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ താങ്കളെ കുറിച്ച് ആക്ച്വലി ഒരു എത്ര വർഷമായിട്ടുണ്ടാവും നിങ്ങളുടെ സംരംഭം തുടങ്ങിയിട്ട്? ഓൾമോസ്റ്റ് ഒരു 10 വർഷമായി. 10 വർഷമാകാം. ഓക്കെ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളുടെ എന്തൊക്കെയാണ് പരിപാടി? ലേറ്റസ്റ്റ് ഇപ്പം നമ്മൾ പുതിയൊരു ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. ക്ലൗഡ് കിച്ചൺ. ഓക്കെ. അത് സർക്കസ് കിച്ചൺ എന്നാണ് അതിന്റെ പേര്. എന്ത് കിച്ചൺ? സർക്കസ് കിച്ചൺ. താങ്കളുടെ എല്ലാ പ്രോഗ്രാമിലും സർക്കസ് അല്ലേ? അതങ്ങനെ അതിന്റെ ഒരു ടോപ്പിംഗ്സ് പോലെ. അത് ആക്ച്വലി നമ്മളവിടെ നമ്മുടെ ലാബ് പോലെയാണ് നമ്മളതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതിൽ ആ സർക്കസ് കിച്ചന്റെ കീഴിൽ വേറെ 3-4-5 പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഓൺ ഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ചൂറോസിന്റെ ഒരു കോഴ്സ് ചെയ്തായിരുന്നു. ചൂറോസ് നമ്മുടെ ബാഴ്സലോണയിൽ ഭയങ്കര ഫേമസ് അല്ലേ? സ്പെയിനിൽ ഭയങ്കര ഫേമസ് ആണ്. ഒരു ട്രഡീഷണൽ പോലത്തെ ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ലിനാരസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ലിനാരസ് നമ്മുടെ ടീം നമ്മളെല്ലാവരും പോയിട്ട് അവിടെ പോയി കോഴ്സ് ചെയ്ത് അവിടുത്തെ നമ്മൾ വേറെ വലപ്പനസ് എന്നൊക്കെ പറഞ്ഞ ക്ലെൻകോ അവിടെ 1-2 സ്ഥലങ്ങൾ നമ്മൾ പോയി ഫേമസ് ആയിട്ടുള്ള ചുറേരികളിൽ പോയി ട്രൈ ചെയ്ത് മാറ്റിയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നാളായി ഇതിൻ്റെ ഇത് ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ നമ്മുടെ ഷോപ്പുകളിൽ മാത്രമേ വെക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മളൊരു 1-2 ഇവൻറ്റ്സ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ചുറൂസിൻ്റെ ചെറിയ ഇവൻറ്റുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ബർത്ത്ഡേ പാർട്ടി, അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു എന്താ പറയുക ഒരു കുക്കിംഗ് ഷോ പോലെ ഒരെണ്ണം ചെയ്തായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൂറോസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിൽ മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ ഒരു പരിപാടി ഇപ്പോൾ നമ്മൾ അതിൻ്റെ കീഴിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സ്പൈസ് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. സ്പൈസ് ബോക്സ് നിങ്ങൾ സ്പൈസസ് വിൽക്കുന്നു, എന്താണ് സംഭവം? അല്ല, അത് അതായത് ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് മെനു ആയിട്ട് നമ്മുടെ കേരള സ്റ്റൈല്, സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു ഫ്യൂഷൻ കൺസെപ്റ്റില് ബിരിയാണിയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു 4 ബിരിയാണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ബിരിയാണി വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 2 ബിരിയാണി എന്ന് വെച്ചാൽ എന്താ? 2 ടൈപ്പ് ഓഫ് ബിരിയാണി. ഒരെണ്ണം ചിക്കൻ ബിരിയാണി, പിന്നെ ബീഫ് ബിരിയാണി. ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് സംഭവം. കാരണം ഞാൻ മനസ്സിലാക്കിയ നമുക്ക് നമ്മുടെ ഒരു കേരള സ്റ്റൈൽ ബിരിയാണി ഒന്നും കിട്ടില്ല. പാകിസ്ഥാൻ കട കിട്ടിയെങ്കിലും ബിരിയാണി എന്ന് പറയുമെങ്കിലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ബിരിയാണി കിട്ടുന്നത് ശരിയല്ലേ? നമ്മളിപ്പോൾ ആക്ച്വലി ബിരിയാണി ഉണ്ടാക്കൽ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 40 ഡേയ്സോളമായി. നമ്മളത് പല അരികൾ നമ്മൾ ട്രൈ ചെയ്തു, പല ടൈപ്പ് ഓഫ് സ്പൈസസ് അങ്ങോട്ട് കൊണ്ട് മാറ്റിയിട്ട് ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ് ലോഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. സോഫ്റ്റ് ലോഞ്ച് ഒരു സോഫ്റ്റ് ലോഞ്ച് ബിരിയാണി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രവീൺ തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളുടെ മോളുടെ ബർത്ത്ഡേ ചെറിയ പാർട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ഒരു ഇവന്റ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമ്മുടെ പ്രൊഡക്റ്റ്. ഒരു മിനിമൽ കോസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് അവരുടെ റിവ്യൂ എടുത്തിട്ട് നമ്മളതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മളൊരു പിന്നീട് ഒരു കുറച്ച് നാൾക്കുള്ളിൽ അതിനൊരു വലിയൊരു ലോഞ്ച് നമ്മൾ ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് അന്ന് തന്നെ ക്ലയൻസും കിട്ടണ്ടേ നിങ്ങൾക്ക്? ഫോർ എക്സാമ്പിൾ അങ്ങനെ നിങ്ങൾ നമ്മുടെ ക്ലയൻസ് വന്ന് കഴിക്കാനായിട്ട് ആ ദിവസം തന്നെ വന്ന് അങ്ങനെ പ്രശ്നം പറ്റില്ല? അല്ല, ഇപ്പം നമ്മളിപ്പം നിലവിൽ നമ്മൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അന്ന് തന്നെ ഓൺ ഡെലിവറിയാണ്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡേറ്റുകൾ കാര്യങ്ങൾ നമുക്ക് പറയാറായിട്ടില്ല. ഇത് May 30th ഞാൻ ഒരെണ്ണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞിട്ട് ആണ് അതിൻ്റെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം പറയുന്നത്. അതായത് ഇപ്പോൾ ബാർസലോണയ്ക്ക് പുറത്ത് താമസിക്കുന്ന ഒരു ആൾക്കാർ അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു വീക്കിൽ മേ ബി ബാർസലോണ വന്നു പോകുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് പ്രിസർവ് ചെയ്ത്, അതായത് നമ്മുടെ ആഡ് പ്രിസർവേറ്റീവ്സ് ഒന്നുമല്ല, അതിനൊരു നമ്മൾ പുതിയ ടെക്നോളജി വെച്ചിട്ട് അതിനെ പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഒരു 6 to 7 days അത് സ്റ്റേ ലോങ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാർക്ക് പല രീതിയിലാണ് ഈ ബിരിയാണി ഒരു ഭയങ്കര മാജിക്കുള്ള സംഭവമാണ്. അത് എല്ലാവർക്കും അത് മേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എല്ലാം ഇൻട്രൊഡ്യൂസ്, അപ്പോൾ അങ്ങനെ കുറേ അതിന് പിന്നെ കുറേ
സെന്റിമെന്റ്സും ലവ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി നൈസ് ഫുഡ്. അപ്പോൾ ആ സാധനം ചില ആൾക്കാർക്ക് ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ അവർ തൃപ്തിയായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഉള്ള ഒരു സംവിധാനം ചിലപ്പോൾ ഓവനായിരിക്കും മോസ്റ്റ്ലി പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവർക്ക് അങ്ങനെയായിരിക്കും ഇഷ്ടം. ചില ആൾക്കാർക്ക് അത് ഫ്രൈ പാനിൽ അങ്ങനെ ബേൺ ചെയ്ത് അങ്ങനെ തന്നെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് അതിന്റെ റിയൽ ഫീലൊക്കെ കിട്ടണം, അങ്ങനെ ഫീൽ കിട്ടണമെങ്കിൽ അത് സ്റ്റീം ചെയ്യണം. സ്റ്റീം ചെയ്യാന്ന് പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് അല്ല. അപ്പൊ ഇത് നിങ്ങൾ വെറുതെ ചൂടുവെള്ളത്തിലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി നല്ല ചൂടുവെള്ളത്തിൽ ഇത് നമ്മൾ സോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചൂടാവും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വേപ്പർ ചെയ്യാൻ ആ കോംപ്ലിക്കേഷൻ വേപ്പർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല വേപ്പർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ല. ഇനി അതൊക്കെ അങ്ങനെ വേണമെങ്കിൽ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള വേല് ഇതിനെ നമുക്ക് കൺസ്യൂം ചെയ്യാം. ഇത് ഫ്രോസൺ ആയിരിക്കും അല്ല അത് അതിന്റെ എക്സ്റ്റൻഡ് വേർഷൻ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് ബ്ലാസ്റ്റ് ചില്ലറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ട്രയലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മള് ഇതുവരെ എത്തിയിട്ടുള്ളൂ. ബ്ലാസ്റ്റ് ചില്ലർ എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത് നമ്മുടെ എക്യുപ്മെന്റ്സ് അനുസരിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇത് ഒരു 6 to 7 days എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരാൾക്ക് ഒരു പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ നെക്സ്റ്റ് വീക്കില് എനിക്ക് വീക്കെൻഡില് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഒരു 5 പേരാണ് വരുന്നത്. അപ്പൊ 5 പോർഷൻസ് നിങ്ങൾക്ക് ബാർസലോണ കളക്ട് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെരി കൺവീനിയന്റ്. അത് നമ്മള് മറ്റേ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് തരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐസോമെട്രിക് ബാഗ് കൊണ്ടുവന്നാൽ നമ്മളൊന്ന് പ്രീ ടെമ്പറേച്ചർ കുറച്ചുകൂടി കൂട്ടിയിട്ട് മീൻസ് അതായത് ഞാൻ പറഞ്ഞാൽ കുറച്ച് നന്നായി തണുപ്പിച്ചിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഐസോമെട്രിക് ബാഗിൽ കൊണ്ടുപോയാൽ അതിനൊന്നും സംഭവിക്കില്ല. ആ സാധനം നിങ്ങൾ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ മതി. പ്രോപ്പറായിട്ട് തന്നെ ഹീറ്റ് ചെയ്താൽ നിങ്ങളൊന്നും അതിൽ ആഡ് ചെയ്യണ്ട. ഈവൻ എണ്ണ പോലെ ആഡ് ചെയ്യണ്ട. അതെല്ലാം അതിൽ ഓൾറെഡി ഉണ്ട്. ജസ്റ്റ് ആ സാധനം നല്ലൊരു ഫ്രൈ പാൻ. ഞാനൊക്കെ ഇപ്പൊ നമ്മൾ ട്രയലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്രൈ പാനിലാണ് ചെയ്യുന്നത്. അതിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ടത്. പ്രോപ്പർ ഒരു ഫ്രൈ പാൻ അത് നന്നായി ഹീറ്റ് ആയാൽ അതിൽ ഇടാതെ തന്നെ അതിങ്ങനെ ഡിസോൾവ് ആയി വരും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ടാണ് വരുന്നത്. താങ്കൾ ആക്ച്വലി ഇവിടെ തുടങ്ങിയിരിക്കുന്ന ബാഴ്സലോണയിൽ താങ്കൾക്ക് എത്ര സെന്റേഴ്സ് ഉള്ളത് നിങ്ങൾക്ക്? അല്ല ഇത് ബിരിയാണി എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഈ കിച്ചണിൽ നിന്ന് മാത്രം ചെയ്യുന്നത്. നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ വിചാരിക്കുന്നത് ഓൺലൈനായിട്ട് മാത്രം സെല് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ കാറ്ററിങ്സ് അങ്ങനത്തെ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത് പ്രീ ബുക്ക് ചെയ്താലും അത് കിട്ടുമോ? വന്നിട്ട് എല്ലാം പ്രീ ബുക്കിംഗില് നമ്മൾ ചെയ്യാനായിട്ട് ഒരു ബിഗ് ഇവന്റ് ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നമുക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് അത്യാവശ്യം നല്ല വലിയ കിച്ചണാണ്. നമുക്ക് വാക്കിംഗ് ഫ്രിഡ്ജും വാക്കിംഗ് ഫ്രീസറും നല്ലൊരു വാർത്തയാണ്. കാരണം ബാഴ്സലോണയിൽ നമുക്ക് നാട്ടിലെ കേരളത്തിലെ അതേ തനിമയോട് കൂടെ തന്നെ നമുക്കൊരു ബിരിയാണി കഴിക്കുക എന്നുള്ളത് വണ്ടർഫുൾ. കാരണം ഞാനിവിടെ 8-9 വർഷമായെങ്കിലും നമുക്ക് ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പല കടകളിലും ബിരിയാണി ഉണ്ടെങ്കിൽ പിന്നെ ഷോപ്പിലുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആ കേരള തനിമയിൽ കഴിക്കാൻ പറ്റില്ല. താങ്കളുടെ ഈ സംരംഭം ഇത് എപ്പോഴും നമ്മളൊരു ഇന്ത്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഖത്തറില. അപ്പൊ നോർമലി ആള് ചിലപ്പോ ഒരു 2 മാസം കൂടുമ്പോ ഒരു ഫാമിലി ആയിട്ട് വീക്കെൻഡ് ഒക്കെ വന്നിട്ട് പോവാ ഇവിടെ. അപ്പൊ നമ്മൾ അവിടുന്നാണ് അവിടെ. അപ്പൊ അവൻ അവിടുന്ന് പോരുമ്പോ ചോദിക്കുക എന്താ അപ്പൊ ബിരിയാണി പറഞ്ഞു, BDF പറഞ്ഞു സാധനം. അപ്പൊ നിങ്ങൾ കൊണ്ടുവരുമ്പോ നമ്മൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഫാമിലി മാഞ്ചസ്റ്ററിലാണ്. അപ്പൊ നമ്മൾ അവിടെ പോകുമ്പോ ഇംഗ്ലണ്ട് വളരെ ചീപ്പാണ് ഇന്ത്യൻ ഫുഡ്. പക്ഷെ ഇവിടെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അവൈലബിലിറ്റി ഇല്ല. നമുക്ക് സാധനങ്ങള് അവിടത്തെക്കാളും എക്സ്പെൻസീവ് അവിടെ കഴിക്കാൻ. നമ്മുടെ സാധനങ്ങള് ചീപ്പല്ല. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയും കുറെ കൂടി വലുതല്ലേ. അപ്പോ ഓഫ് കോഴ്സ് അത് ചീപ്പാവില്ല. ഇപ്പൊ കൊള്ളാം. താങ്കളുടെ ഈ പുതിയ സംരംഭത്തിൽ എല്ലാവിധ ആശംസകളും. അപ്പൊ നമ്മുടെ ശ്രോതാക്കളോട് അല്ലെങ്കിൽ അവിടെ പ്രേക്ഷകരോട് യൂട്യൂബ് ചാനലുകളോട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എസ്പെഷ്യലി ബാഴ്സലോണയിൽ താമസിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അങ്ങോട്ട് നോക്കി പറഞ്ഞോളൂ. എന്താ പറയാ, വെൽക്കം. അല്ല നമ്മളൊരു May 30th ഒരു സോഫ്റ്റ് ലോഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദൃശ്യം സിനിമ സമില് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ സമിൽ അപ്പോൾ ഉദ്ദേശത്താണ് നിങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ട് പേ ചെയ്ത് പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളത് വെൽ പാക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു റിഫ്രഷ് ഡ്രിങ്ക് ഉണ്ട്, പിന്നെ റൈത്ത, പിക്കിള്, പിന്നെ ഒരു കുക്കി ബൈറ്റ് ഒക്കെ ആയിട്ട്. ഇതെല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് ആണ്. അത് നമ്മൾ നിങ്ങൾക്കത് ട്രൈ ചെയ്യാനുള്ള അവസരം നമ്മളൊരു
ഡിസ്കൗണ്ട് പ്രൈസിലാണ് അത് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ റിവ്യൂസ് നമുക്ക് കിട്ടണം, എന്താണ് അതിൽ നിങ്ങൾക്ക് തോന്നുന്ന കുറയ്ക്കണോ കൂട്ടണോ എന്താണെന്നുള്ളത്. നമ്മളൊരു ന്യൂട്രൽ അപ്പ് ലെവലിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഐ മീൻ ദ സ്പൈസി ലെവല്. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് താഴത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കഴിച്ചിട്ട് അതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് കിട്ടാൻ വേണ്ടി ഉണ്ടാകും. വെരി ഗുഡ്, താങ്ക് യു. താങ്ക് യു. അപ്പോൾ അതാണ് കാണാം. ബൈ.